ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഇന്ന് വീഡിയോ ഇടാൻ കാരണം ഇന്നലെ തൊട്ട് ഞാനിങ്ങനെ നമ്മുടെ നാട്ടിലെ ന്യൂസ് കാണുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൻ്റെയും ബീഹാറിനും ബോർഡറിലാണ്. വെസ്റ്റ് ബംഗാൾ ബോർഡർ ഏരിയയിലാണ്. ഞാൻ ഏകദേശം ഒരു 4 മാസം കൊണ്ടിപ്പം ഈ നോർത്ത് ഈസ്റ്റ് സൈഡിൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളായിട്ട് ജോലിയിലാണ്. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾ ഈ ട്രൈബൽസിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് കൂടുതലും ജോലി ചെയ്യുന്നതും കാര്യങ്ങളും സ്റ്റുഡൻസിന് സ്റ്റഡി അവയർനെസ് ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയാൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ന്യൂസിലെല്ലാവരും കാണുന്നുണ്ട്, അവിടെ തമ്മിലടിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം യഥാർത്ഥത എന്താണെന്ന് എല്ലാം അറിയണം. ഇപ്പം ഇവിടെ ഛത്തീസ്ഗഡ് ഞങ്ങളെ ബോർഡറാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ മതപരിവർത്തനം ചെയ്തെന്നും പറഞ്ഞ് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും അതിനെതിരെ കുറച്ച് ഹിന്ദുത്വവാദികൾ, അങ്ങനെ വേണമെങ്കിലും പറയാം, ഹിന്ദുത്വവാദികൾ, ബജറംഗ് ദൾ പോലുള്ളവർ പ്രതിഷേധിക്കുന്നതും കാണുന്നു. നാട്ടിലൊരു പക്കം ആളുകൾ സഹായിക്കുന്നു, അതുപോലെ പ്രതികരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏകദേശം ഈ നോർത്ത് സൈഡിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനം കൂടുതലും ട്രൈബൽസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഉള്ളത്. അപ്പം ഇവിടെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇവിടുത്തെ സർക്കാരായാലും ഈ പറയുന്ന ജാതിവാദികളായാലും ഈ പറയുന്ന മതപരിവർത്തനക്കാരാണെങ്കിൽ പോലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ അത്രയും കാര്യങ്ങൾ തഴഞ്ഞു വെച്ച് അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ശേഷം അവർ വേറൊരു മതത്തിലോ വേറൊരു വിശ്വാസത്തിലോ പോകുമ്പോൾ ഇവന്മാർക്ക് എന്തിന് കുരു പൊട്ടുന്നു എന്ന് എനിക്ക് ചോദിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതം മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്, മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ആദിവാസി, മുണ്ട, നാഗ്പൂരി, അങ്ങനെ കുറച്ച് വിഭവങ്ങളാണുള്ളത്, ഗോത്രങ്ങളാണുള്ളത്. ഇപ്പം ഇത്തരം ആളുകൾ, ഇത് ഷെഡ്യൂൾ കാസ്റ്റിൽ പറഞ്ഞ ഈ ഗോത്രങ്ങളാണെങ്കിലും ഇവരെല്ലാം ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു റിലീജിയൻ്റെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ ആ റിലീജിയത്തിൽ വിഭാഗത്തിൽപ്പെട്ട പൂർവികര ഒരു ബാച്ചാണ്. അപ്പോൾ ആ ബാച്ചിലുള്ള ആളുകൾ കുറച്ച് മതപരിവർത്തനത്തിലോട്ട് പോകുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അതൊരു ആദിവാസി വിഭാഗമാണ്. അതിലുള്ള കുറച്ച് പേര് കൊന്ത ധരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് തമാശയായിട്ട് തോന്നി എന്താണെന്ന് അറിയാമോ ഗൈസ്? ഈ കൊന്ത ഇടുന്ന സമയത്ത് അവർ സിന്ദൂരം ഇട്ടിട്ടുണ്ട്, പൊട്ട് തൊട്ടിട്ടുണ്ട്, കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിലും അവർ നെറ്റിയിൽ ചന്ദനം കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഒരുവിധം നമ്മൾ പുറമെ കാണുന്ന പോലെയല്ല, സാധാരണ ജനങ്ങളാണ്. അവർ കൃഷിയെ മാത്രം ആശ്രയിച്ച് അവർക്ക് ശാസ്ത്രത്തെക്കുറിച്ചോ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയൊന്നുമില്ലാത്ത സാധാരണ എന്തു പറയാനാണ്, ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു നിഷ്കളങ്കരായ ജനങ്ങളാണ്. അപ്പം അവരിൽ നമ്മൾ എന്തടിച്ചേൽപ്പിച്ചാലും അവർ വിശ്വസിക്കും. ഇപ്പം ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ സാധാ മാർക്കറ്റുകളിൽ ചെറിയ ചെറിയ ഉടായ്പ് കാര്യങ്ങൾ കാണിച്ച് വിശ്വസിപ്പിച്ച് 10 രൂപ വരെ മോതിരം വയ്ക്കുന്ന ആളുകൾ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിലിട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മതം പരിവർത്തനത്തിലൂടെ മാറിയാലും മനുഷ്യന് മാറ്റം ഉണ്ടാവുന്നില്ല. അവൻ എവിടെയാണോ നമുക്ക് ഒരു ഷർട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന അഴുക്ക് കഴുകി കളയുന്ന പോലെ തന്നെയാണ് ഓരോ ചിന്തകളും. ഇപ്പം ഞാൻ ആദ്യം വിശ്വസിക്കും ദൈവമുണ്ട്, കുറച്ച് കഴിയുമ്പോഴേക്കും ദൈവമില്ല. ഇപ്പം ഞാൻ എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതൊരു പ്രകൃതി സത്യമാണ്. അപ്പോൾ മഴ പെയ്യുന്നത് നമ്മളാരും ഇവിടെ ഇരുന്ന് എഴുതി വെച്ചിട്ട് മഴ പെയ്യുന്നതല്ല. അതേപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും പോലും, ഈ പ്രകൃതിക്ഷോഭങ്ങളാണെങ്കിൽ പോലും മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. നമുക്ക് ശാസ്ത്രത്തിൻ്റെ കഴിവ് വെച്ച് ഒരുവിധം അതിനെ മുൻകൂട്ടി കാണാം. പക്ഷെ അതും പ്രോപ്പർലി നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടായൊക്കെ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രം ഒരുവിധം ഉണ്ടെങ്കിലും അതിന് പുറമേ ഒരു പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു പ്രകൃതി സത്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ, അതിവിടെ നടക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും കാരണം ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. അതിന് വേണ്ടി മാത്രം അങ്ങനെ തന്നെ ആയിരിക്കാം ഞാൻ ഉറച്ചു പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാവപ്പെട്ട ആളുകൾ കിട്ടേണ്ട ഗ്രാൻഡിനെ കട്ടുമുടിച്ച് തിന്ന് ജീവിക്കണവന്മാരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. അതേപോലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങൾ കാണാം. കിടക്കാൻ തറയിൽ ചാക്ക് വിരിച്ച് കിടക്കുന്നുണ്ട്. ഇത്രയും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനെ ഞാൻ കുറ്റം പറയില്ല, കേന്ദ്ര ഗവൺമെൻറ് കുറ്റം, ആരെയും ഞാൻ കുറ്റം പറയില്ല, കുറ്റമല്ലത് പറഞ്ഞാൽ ഈ കഴിവുകെട്ട ഭരണവർഗവും
കഴിവ് കേട്ട ഉദ്യോഗസ്ഥന്മാരുമാണ്. ഇവന്മാർ ഈ മതം മാറണം, ജാതി മാറണം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഇവന്മാർ എന്തുകൊണ്ട് ഈ സാധാരണക്കാരൻ മാറേണ്ടി വരുന്ന അവസ്ഥ മനസ്സിലാക്കി അവൻ്റെ സാഹചര്യങ്ങൾ മാറ്റി കൊടുക്കുന്നില്ല? ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളിലെ ലൈബ്രറിക്കകത്താണ്. ഇതൊരു ലൈബ്രറി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാ അടിഞ്ഞു കൂടി കിടക്കുന്നതെല്ലാം പുസ്തകങ്ങളാണ്. ഇവിടെ ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ പുസ്തകമുണ്ട്, മുസ്ലിമിൻ്റെ പുസ്തകമുണ്ട്, ക്രിസ്ത്യൻ്റെ പുസ്തകമുണ്ട്. ഇതൊന്നും ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് പോലും പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വളർന്നു വരുന്ന തലമുറയും അടിമത്തത്തിന് കീഴിലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ആവണം. അപ്പം ഏതോ ഒരാൾ 2 പേര് അവർ സാഹചര്യം കൊണ്ട് ചിലപ്പം മതം മാറാനോ ചിലപ്പം ഒരു നല്ലൊരു ഫ്യൂച്ചർ കിട്ടുമെന്നും കണ്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പോയതായിരിക്കാം. അവരെ പോയത് തെറ്റ്, കൊണ്ടുപോയത് തെറ്റ്, അതെങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പോകാൻ കാരണമായ ആൾക്കാർ ഉണ്ട്. അതേ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവിടെ ജാതി പറഞ്ഞ് താഴെ കിടക്കണവൻ്റെ താഴെ ഇടുകയും മുകളിൽ കിടക്കണവൻ ചവിട്ടി തേക്കുകയും കിടക്കണോണ്ടായിരിക്കും അവൻ ഇവിടെ നിന്ന് അവൻ്റെ മതം മാറി വേറെ മതത്തിലോട്ട് പോകണം. ആദ്യം മാറാനുള്ളത് മനുഷ്യൻ്റെ ചിന്തയാണ്. എന്നിട്ട് വേണം നാട്ടിൽ ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാകുമ്പോഴത്തേക്ക് പറയാനുള്ളത് ഈ നോർത്ത് ഇന്ത്യയിൽ അവിടെ ഇതാണ്, അവിടെ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ വന്ന് മനസ്സിലാക്കണം. ഇതൊരു ഗവൺമെൻറ് സ്കൂളിലെ ക്ലാസ് റൂമാണ്, അല്ലെങ്കിൽ ലൈബ്രറിയാണ്. ഇത്രയും ദുരന്ത അവസ്ഥയിലാണ് ഒരു ലൈബ്രറിയുടെയൊക്കെ അവസ്ഥ. ഈ ഇത്രയും അവസ്ഥയിൽ കിടക്കുന്ന ഈ ഒരു സ്കൂളിൽ നിങ്ങൾ കാണണം, എന്താ ബാക്കിൽ കണ്ട പുസ്തകങ്ങളാണ് കെട്ടിക്കിടക്കണം. ഏകദേശം 5-6 വർഷങ്ങളോളം ഗവൺമെൻറ് കുട്ടിയൊക്കെ പഠിക്കാൻ കൊടുക്കുന്ന പുസ്തകങ്ങൾ കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? പുസ്തകം വായിച്ചവൻ പഠിച്ച് വളർന്നു കഴിഞ്ഞാൽ അവ അവകാശങ്ങൾ ചോദിക്കും നേരിട്ട്. അപ്പം അങ്ങനെ ഒരു തലമുറ വന്നു കഴിഞ്ഞാൽ ഭരണവർഗത്തിനായാലും ഓഫീസർമാർക്കൊക്കെ കുറച്ച് കൂടിപ്പോവും. അതൊക്കെ കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മതമല്ല മനുഷ്യനെ ചിന്തിക്കണത്, മനുഷ്യൻ്റെ തലച്ചോറാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വലിയ രീതിയിൽ പറഞ്ഞാലും എനിക്ക് എൻ്റെതായ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെതായ ചിന്തയുണ്ട്, എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ആരെയും അടിമയല്ല. നമ്മളെ സ്വന്തം രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും വിവരം കൊണ്ടാണെങ്കിലും സൗഹൃദം കൊണ്ടാണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഉന്നതിയിലോട്ട് എത്തണം. അല്ലാതെ മതം മാറാൻ നടക്കുന്നവൻ വെറും വിഡ്ഢിയെന്നേ ഞാൻ പറയുള്ളൂ. മതം മാറ്റാൻ നടക്കുന്നതിനും മതം മാറണവർ ഒരു അഴുക്കിൽ നിന്ന് വേറെ അഴുക്കിലോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ കേസ്. എന്താണ് മതം? ആനയ്ക്ക് മതം പൊട്ടിയാൽ നമ്മളെന്ത് ചങ്ങലക്കിടും. അപ്പം മനുഷ്യന് മതം മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം. അപ്പം ഇതുപോലെയാണ് നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. എവിടെയോ കിടന്ന 2 പേരെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയി മതം മാറ്റാൻ പോകണമെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു. അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് അവർ മാറിയെന്നല്ല ചിന്തിക്കണം. അതിലൊന്നും ആരും ഒന്നിനും നിൽക്കൂല കേസ്. ഇത് പ്രത്യേകം പറയാൻ കാരണം ഈ പറഞ്ഞൊരു വിഭാഗത്തിൻ്റെ ഇടയിലൂടെ ജീവിക്കുന്നതുകൊണ്ടും ആ രീതിയിൽ ഓരോ ദിവസവും കണ്ടും കഴിച്ചു. ഞാൻ എപ്പോഴും പറയും, ഇവിടുത്തെ ജനങ്ങൾ കഠിനാധ്വാനികളാണ്. അവർ ഭയങ്കരമായ രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ആ ജോലി ചെയ്ത് ജീവിക്കുന്നവർ അങ്ങനെ കഠിനാധ്വാനിയായ ഒരാൾ ഒരു വേദിയിൽ നിന്ന് വേറൊരു മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കാനുള്ള ഞാനിപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളെ നാട്ടിലുള്ളവരും UPSC പോലത്തെ എക്സാം എഴുതി ഇവിടെ ഈ നോർത്ത് സൈഡിൽ എല്ലാവരും ജോലിക്ക് വരും. കൂടെ നിൽക്കുന്ന ഓരോരുത്തരും കൈയെടുത്ത് ചോദിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കണം. അവകാശങ്ങളാണെങ്കിലും ഗ്രാൻറ്റുകളാണെങ്കിലും എല്ലാം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കി മതം മാറ്റപ്പെടുന്നതും മതം മാറാനുണ്ടാവുന്ന കാരണങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും.